നൂറ്റാണ്ടുകൾ കടന്ന വിശ്വാസത്തിന്റെ കേന്ദ്രമായി ആർത്താറ്റ് പള്ളി. കേരള ക്രൈസ്തവ പൈതൃകത്തിന്റെ പ്രമുഖ കേന്ദ്രങ്ങളിലൊന്നായ കുന്നംകുളം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വ്യാപാര സാംസ്കാരിക കേന്ദ്രമായി വളർന്നത് വിശ്വാസ ചരിത്രവുമായി ഇഴചേർന്നാണ്. ഈ പാരമ്പര്യത്തിന്റെ തുടക്കം മാർത്തോമാ ശ്ലീഹായുടെ ഭാരത സന്ദർശനം സുവിശേഷ പ്രഘോഷണവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. മാർത്തോമാ ശ്ലീഹ ഉയരം കൂടിയ പ്രദേശങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ ചാട്ടുകുളങ്ങര പോലുള്ള പ്രദേശങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊണ്ടു. പിന്നീട് വാസ്കോഡ ഗാമയുടെ കേരള പ്രവേശനത്തോടെ പോർച്ചുഗീസ് സ്വാധീനം ശക്തമായി. വിശ്വാസപരമായ സംഘർഷങ്ങൾ ഉയർന്നു. പ്രധാന കച്ചവട നഗരിയായ ചാട്ടുകുളങ്ങരയും സമീപ പ്രദേശങ്ങളും ആക്രമണത്തിനിരയായപ്പോൾ ടിപ്പു സുൽത്താൻ നടത്തിയ ആക്രമണങ്ങളിൽ പഴയ പള്ളികൾ നശിക്കുകയും കുറച്ച് വിശ്വാസികൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വിശ്വാസികളുടെ ആവശ്യപ്പെടലിൽ ശക്തൻ തമ്പുരാൻ നൽകിയ സംരക്ഷണത്തോടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ കുന്നംകുളത്ത് വീണ്ടും താമസം ആരംഭിച്ചു. കുരിശാകൃതിയിലായിരുന്നു അന്നത്തെ അങ്ങാടി പുനർനിർമ്മിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിനിടെ 1653 നടന്ന കൂനൻ കുരിശ് സത്യം കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. പോർച്ചുഗീസുകാരുടെ വരവോടെ ഭിന്നാഭിപ്രായത്തിലെടുത്ത ഈ സത്യത്തിന് പിന്നാലെ സഭ പുത്തൻകൂറ്റുകാരും പഴയ കൂറ്റുകാരുമായി വിഭജിക്കപ്പെട്ടു. പുത്തൻകൂറ്റുകൾ പാശ്ചാത്യ സിറിയൻ ആചാരങ്ങൾ സ്വീകരിച്ച് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പോലുള്ള കേന്ദ്രങ്ങളെ ആധാരമാക്കി വളർന്നു. മറുവശത്ത് പഴയ കൂറ്റുകാർ കത്തോലിക്ക സഭയുമായി ചേർന്ന് കുരിശടി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിലനിന്നു. സഭാവിഭജനത്തിനു ശേഷം ആർത്താറ്റ് പള്ളി പുത്തൻകൂറ്റുകാരുടെ പ്രധാന ആത്മീയ കേന്ദ്രമായി ശക്തിപ്പെട്ടു. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നശിച്ച പള്ളി പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി സിറിയൻ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും സംരക്ഷിച്ച ഈ പള്ളി പിന്നീട് നിരവധി ഇടവകകളുടെ മാതൃപള്ളിയായി മാറി. പള്ളിയിലെ വിശ്വാസപരമായ ആചാരങ്ങളിൽ ഈസ്റ്റർ കഴിഞ്ഞുവരുന്ന ഞായറാഴ്ച, അതായത് പുതുഞായർ, ഈ പുതുഞായർ തിരുനാളിന് പ്രധാന സ്ഥാനമാണ് കൈവരിക്കുന്നത്. ഈ ദിനത്തിൽ പള്ളിയിൽ പൂജ്യമായി സൂക്ഷിച്ചിരിക്കുന്ന തോമാസ് ലീഹ രക്തക്കുരിശുപാറ വിശ്വാസികളുടെ പ്രത്യേക ആരാധന കേന്ദ്രമായി മാറുന്നു. ആർത്താറ്റ് ഈ കുന്നിൻ പ്രദേശത്ത് തോമാസ് ലീഹ വന്നതായും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതായും നമ്മളൊക്കെ വിശ്വസിച്ചു പോരുന്നു. ആ വിശ്വാസത്തിൻ്റെ ഒരു തെളിവെന്നോണം പിന്നീട് ഈ കുന്നിൻ പ്രദേശത്ത് കാലികളെ മേയ്ക്കുന്ന സ്ത്രീകൾ അവരുടെ അരിവാള് മൂർച്ച കൂട്ടാനായി കല്ലിന്മേൽ ഉരയ്ക്കുകയും കല്ലിന്മേൽ രക്തം കുരിശാകൃതിയിൽ പൊടിയുകയും ചെയ്തു. ആ രക്തകുരിശുപാറയാണ് ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യവുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഈ കുരിശ് നൂറ്റാണ്ടുകളായി വിശ്വാസത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നു. അതേസമയം ആർത്താറ്റ് പള്ളിയോടനുബന്ധിച്ചുള്ള മ്യൂസിയം ഈ സമ്പന്നമായ പൈതൃകത്തിന്റെ തെളിവുകളെ സംരക്ഷിക്കുന്നു. പുരാതന രക്തക്കുരിശ്, ആരാധനോപകരണങ്ങൾ, ശിലാലിഖിതങ്ങൾ, ചരിത്രത്താളിയോല രേഖകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ശേഖരം കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ആർത്താറ്റ് ദേവാലയത്തിൽ 2018 ചുഴലിക്കാറ്റിന് ശേഷം പുനരുദ്ധരിക്കപ്പെട്ടതിന് ശേഷം സ്ഥാപിതമായതാണ് ഇവിടുത്തെ മ്യൂസിയം. ആർത്താറ്റിൻ്റെ പൗരാണികതയും ക്രൈസ്തവ വിശ്വാസത്തിലെ ആർത്താറ്റ് ദേവാലയത്തിൻ്റെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്ന വസ്തുതകൾ സൂക്ഷിക്കുകയും സന്ദർശകർക്ക് കാണാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ പൗരാണികതയും ആർത്താറ്റ് ദേവാലയത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഈ മ്യൂസിയം സന്ദർശിക്കുന്നതും അതിലെ വസ്തുതകൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. വഴിപാടുകളും ഈ പള്ളിയുടെ പ്രധാന പ്രത്യേകതയാണ്. നേർച്ചകൾ, മണിക്കയർ സമർപ്പണം, മെഴുകുതിരി സമർപ്പണം, മുത്തപ്പന്റെ സന്നിധിയിലെ ഊട്ടുനേർച്ച, കുരിശു നേർച്ച തുടങ്ങിയവയ്ക്കായി വിശ്വാസികൾ വലിയ തോതിൽ വളരെ ദൂരെ നിന്നും എത്തുന്നു. പ്രത്യേകിച്ച് പുതുഞായർ തിരുനാളിലും പരിശുദ്ധ മാതാവിന്റെ പെരുന്നാളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ ആർത്താറ്റ് പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിശ്വാസവും പൈതൃകവും സംരക്ഷിച്ച് നിലകൊള്ളുന്ന ആർത്താറ്റ് പള്ളി ഇന്ന് കുന്നംകുളത്തിന്റെ ആത്മാവായി മാറിയിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും ശക്തമായ പ്രതീകമായി ഈ പള്ളി തുടരുകയാണ്.